വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ ആദ്യം തന്നെ വളരെ വലിയൊരു താങ്ക് യു പറയാണ്. കാരണം നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് 6K ആയിരിക്കാണ് ഗൈസ്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു താങ്ക് യു നിങ്ങളോട് തന്നെയാണ്. കാരണം വെച്ചാൽ 1 ഇയർ ആയിട്ട് ഈവൻ ദോ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ലെങ്കിലും ആ 1 ഇയർ കൊണ്ടാണ് എനിക്ക് പെട്ടെന്നുള്ള ഒരു 300ഓളം സബ്സ്ക്രൈബേഴ്സ് ആ 1 ഇയർ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു താങ്ക് യു പറയാണ്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാൻ നമ്മുടെ വീട്ടിലോട്ട് കടന്നാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വർഷ സജിത്താണ് ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ബാഡ് ഓർഡർ, പിഗ്മെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവും നമ്മുടെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഗൈസ്, ടിപ്പ് നമ്പർ 1, നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. അതായത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ ഒക്കെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, 3 ലിറ്റർ വെള്ളം കുടിക്കുക, 4 ലിറ്റർ വെള്ളം കുടിക്കുക ഈസിയാണ്. പക്ഷേ കുടിച്ചെടുക്കുന്നത് കുറച്ച് കഷ്ടമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റോക്സ് വാട്ടറൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വെള്ളം കുടിക്കുന്ന ഒരു പ്രശ്നം കൺട്രോൾ ചെയ്യാൻ പറ്റും. പല അസുഖങ്ങളും ഇത് വരുന്നത് വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ഈ ഓറഞ്ച്, അതേപോലെ തന്നെ അങ്ങനെ എന്താ പറയുക, ഫൈബേഴ്സ് നിറഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കുക, അതേപോലെ ആൽമണ്ട്സ് കഴിക്കുക, കൂടുതൽ നട്ട്സ് കഴിക്കുക. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും ഹെൽത്തി ആവും, നമ്മളും ഹെൽത്തി ആവും. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതേപോലെ കൂടുതൽ വെള്ളവും കുടിക്കുക. ഇനി ടിപ്പ് നമ്പർ 2, പൊതുവെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമുക്ക് നല്ല ബോഡി ഓർഡറും സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അത്രയും നല്ല ഫ്രാഗ്രൻസും പെർഫ്യൂമൊക്കെ അടങ്ങിയിട്ടുള്ള പെർഫ്യൂം അടിച്ചിട്ട് ഫുൾ ബോഡിയിൽ കവർ ചെയ്യുക. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ മണം കാരണം നമ്മുടെ ബോഡിയിലുള്ള സ്മെല്ല് ആർക്കും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഒരു ടെക്നിക്ക്. പക്ഷെ അത് തെറ്റാണ്. അതായത് നമ്മൾ ഓവർ പെർഫ്യൂം നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള കണ്ടന്റുകളോട് നോക്കുന്നത് കുറച്ചും കൂടി നല്ല കറക്റ്റായിട്ടുള്ള വേ ആയിരിക്കും. അതായത് പാരബൻസ് ഉണ്ടാവും, അതുപോലെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടന്റ് ലിസ്റ്റ് ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പോളിത്തീൻ, ഗ്ലൈക്കോൾ, അങ്ങനെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. സോ ഇതെല്ലാം, അല്ലെങ്കിൽ അലുമിനിയം അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ബോഡി സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ഡിയോഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്പ്രേ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കണ്ടന്റുകൾ കൂടി ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ മറക്കരുത്. ചില കണ്ടന്റുകൾ നമ്മൾ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പിഗ്മെന്റേഷന്, പ്രത്യേകിച്ച് അണ്ടർ ആംസിലായിക്കോട്ടെ മറ്റ് ഏത് പ്രൈവറ്റ് പാർട്ട് ആയിക്കോട്ടെ, നമ്മൾ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പിഗ്മെന്റേഷന് കാരണമാവും. ആൻഡ് പിഗ്മെന്റേഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പോകുന്നത് കുറച്ച് കഷ്ടമാണ്. അതായത് വരാൻ ഈസിയാണ്, പോകാൻ കുറച്ച് കഷ്ടമാണ്. പിഗ്മെന്റേഷൻ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനും എളുപ്പമാണ് ഇങ്ങനെയുള്ള ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴി. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷ് ട്രൈ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സെന്റഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതും ചിലപ്പോൾ പിഗ്മെന്റേഷന് കാരണമായേക്കാം. അല്ലെങ്കിൽ കുറച്ച് പിഗ്മെന്റഡ് ആണെങ്കിൽ തന്നെ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അൺസെന്റഡ് ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റുക. ഡോവ്, അതുപോലെ ക്ലിയേഴ്സ്, അങ്ങനത്തെയുള്ള മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുക. നിങ്ങൾ ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ വൺസ് ഇൻ എ വീക്ക് ഒക്കെ കുറച്ചൊരു എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ബോഡി വാഷും കൂടി ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ബോഡി വാഷ്, ഇത് ഞാൻ പറയുന്നത് ഒരു 22+ ഉള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ ഒരു 1 വീക്കിൽ ഈ ഒരു സംഭവം മാത്രം ചെയ്താൽ മതി. ബാക്കി അതിന് താഴെയുള്ള പിള്ളേരൊന്നും ട്രൈ ചെയ്യില്ല കേട്ടോ. ഒരു 21+ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നോക്കുക. ഇത് നല്ലോണം ബെനിഫിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എക്സ്ഫോളിയേറ്റഡ് ആയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുക. ആൻഡ് ഈവൻ നിങ്ങൾക്ക് ഞാൻ അതും കൂടി കെമിക്കലായിട്ട് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ടിപ്പ് കേട്ടോ. അതായത് നമുക്ക് വേണ്ടി തന്നെ ഒരു ബോഡി വാഷ് ഒക്കെ റെഡിയാക്കി വെക്കാന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് സമയമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്സ് അല്ലെങ്കിൽ മറ്റ് പൗഡേഴ്സ് ഒക്കെ ചേർത്തിട്ട് ഒരു ബോഡി വാഷിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബോഡി വാഷൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സെൻറ്റഡ് ആയിട്ടുള്ള സോപ്പും അതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ബോഡി വാഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ബ്രൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കിന്നിനെയും ബോഡിനെയൊക്കെ കുറച്ചൊന്ന് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും. കുറച്ച് സമയമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അതിലൊരു ഏലക്ക കൂടി ഇട്ട് ആ ഒരു ബോഡി വാഷ് കുറച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരു ഏലക്കിൻ്റെ പൊടിയൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ ഏലക്ക 2-3 എണ്ണമൊക്കെ ആ പൊടിയിൽ മിക്സ് ചെയ്തിട്ടിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാമ്പൂ ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓർഡർ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ബോഡിയിലെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ബോഡി സ്മെല്ലൊക്കെ മാറ്റി നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല രീതിയിലുള്ള സ്മെല്ലൊക്കെ വരാൻ, ഒരു ന്യൂട്രൽ സ്മെല്ലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ നല്ല മണം നമ്മുടെ ബോഡിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടിപ്പ് നമ്പർ 3 ഇതാണ്. നിങ്ങൾ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള
ബോഡി ലോഷൻസ് ട്രൈ ചെയ്യുക. കോജിക് ആസിഡ്, അതുപോലെ സാലിസിലിക് ആസിഡ്, അങ്ങനെയുള്ള മോയ്സ്ചറൈസേഴ്സ്, ബോഡി ലോഷൻസ് അല്ലെങ്കിൽ ബോഡി മോയ്സ്ചറൈസർ എന്നൊക്കെ പറയില്ലേ, അതന്നെ ഈ പ്ലമ്മിൻ്റെ ആണെങ്കിലും മറ്റ് പ്രൊഡക്ട്സ് ആണെങ്കിലും ഈ സാലിസിലിക് ആസിഡും നൈസിഡമൈഡൊക്കെ ഇതിന് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് ഉണ്ടാവില്ല. ഈ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഡ്രൈ ആയിട്ട് ചുണ്ടിങ്ങനെ വരണ്ട് ഇതാക്കുന്ന ടൈമാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടമുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഇത്. സോ ഈ ക്ലൈമറ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നയസിഡമൈഡിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷനൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് കോജിക് ആസിഡ് നല്ലതാണ്. ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ടിപ്പ് നമ്പർ 4 ഇതാണ് ഗൈസ്. ടിപ്പ് നമ്പർ 4 അതായത് ഇതൊക്കെ എസെൻഷ്യൽ ഓയിൽസ് ആണ്. ആൻഡ് ഇത് വന്നിട്ട് ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ്. ഇത് ഞാൻ കുറച്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കും ഈ ബോഡി സ്മെല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ലാന്നല്ല, ഇപ്പോഴും ഒരു ലൈറ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഒരു ഗ്രാജുവൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന വഴി. ഇത് ഡയറക്റ്റ് ആയിട്ടൊന്നും സ്കിന്നിൽ യൂസ് ചെയ്തേക്കരുത്. ഇത് ലാവൻഡർ ഓയിലും ഇത് വന്നിട്ട് ലെമൺ ഗ്രാസിൻ്റെയാണ്. പുൽത്തൈലം എന്ന് പറയും. നമ്മൾ ഈ നെല്ലിയമ്പതിലേക്ക് പോകുന്ന സമയത്ത് ഈ സാധനം നമുക്ക് പെട്ടെന്ന് വാങ്ങി കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് പർപ്പിളിൽ നിന്ന്. ആൻഡ് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു അളവ് പറയണം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 2-3 ഡ്രോപ്സ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. ഇത് നല്ല ബെനിഫിറ്റ് ആണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ കുറച്ചായി കണ്ട. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹെഡ് ഏക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ എസെൻഷ്യൽ ഓയിൽസ്. ഇപ്പം എനിക്കിഷ്ടപ്പെട്ട 2 സ്മെൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ടീ ട്രീ ഓയിൽ ഉണ്ട്, ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, അങ്ങനെ പല എസെൻഷ്യൽ ഓയിൽ ഉണ്ട് ഗൈസ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ചൂസ് ചെയ്യാം. ഈ എസെൻഷ്യൽ ഓയിൽസ് നമ്മുടെ ബോഡിയിലുള്ള സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഓർഡറൊക്കെ ഉണ്ടല്ലോ, അത് ഗ്രാജുവലായിട്ട് യൂസ് ചെയ്യുന്ന വഴി ഈ ബോഡി സ്മെല്ലും ഓർഡറെല്ലാം നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എനിക്ക് ബെനിഫിറ്റ് ആയില്ല, എൻ്റെ സ്വന്തം ടിപ്പാണ് നോക്കി ഇങ്ങനത്തെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കിൻ കെയർ പൗഡറിൻ്റെ കാര്യം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ പൗഡറാണ്. ആ പൗഡറിൽ ഈ ഏലക്കയും അതുപോലെ ഗ്രാമ്പൊക്കെ യൂസ് ചെയ്യുന്ന വഴി ഇതുപോലെ നിങ്ങളുടെ ബോഡി സ്മെല്ല് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടിപ്പ് നമ്പർ 5, അതായത് നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പാൻറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിലും ഓവർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾക്ക് ജസ്റ്റ് ഇവിടെയെങ്കിലും ഒന്ന് ലൂസ് ആക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഈ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ടിപ്പ് നമ്പർ 6 ഇതാണ്. ഇതൊരു ക്വിക്ക് റെമഡിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ സാധനമൊക്കെ ഈ എസെൻഷ്യൽ ഓയിലൊക്കെ ഇട്ട് വെച്ച് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്. അതായത് കുറച്ച് ഗ്രീൻ ടീ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ഗ്രീൻ ടീ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷമൊക്കെ നമ്മളതിനെടുത്ത് നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ബാഡ് ഓർഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഏത് പ്രൈവറ്റ് പാർട്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വിക്കായിട്ടുള്ള മെത്തേഡാണ്. കാരണം ഇതിൽ വലിയ ഒരു അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും വരാനില്ല. ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈവൻ അങ്ങനത്തെ ആ വെള്ളം നിങ്ങളത് ഫുള്ള് സ്ക്രബായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കൂടി ആ ഒരു കണ്ടന്റ് മാത്രം മാറ്റിയെടുത്ത് ആ വെള്ളം മാത്രം നമുക്ക് ജസ്റ്റ് ഒരു കോട്ടൺ പാഡിലൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസോ മറ്റോ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യമുള്ളത് ആ സമയത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യും, ബോഡി ഓർഡർ റെഡ്യൂസ് ചെയ്യും, അതിനുള്ള സകല പ്രശ്നങ്ങളും ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ നാച്ചുറലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വന്ന അതേ ഒരു സ്പോട്ടിൽ തിരിച്ചു പോകണമെന്നില്ല. അതിന് കുറച്ച് ടൈം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണ്, നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ, നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും അതിനൊരു മിനിമം ടൈം അറ്റ്ലീസ്റ്റ് 14 days എങ്കിലും നമ്മൾ അതിന് കൊടുക്കണം, അതിൽ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ടിപ്പ് നമ്പർ 7 ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് നമ്മൾ ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പിഗ്മെന്റേഷനും ബാഡ് ഓർഡറും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ പറയുന്ന ഈ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഈ ബാത്തിങ് പൗഡർ ആയിക്കോട്ടെ, നമ്മൾ ഓവറായിട്ട് ഇവിടെ ഉരച്ച് കൊടുക്കരുത് ഗൈസ്. അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഓവർ എക്സ്പ്ലോയിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓവർ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ നന്നായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാക്സിങ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ദാൻ ഈ എന്താ പറയുക റേസറൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലത് വാക്സ് തന്നെയാണ്. കാരണം റേസർ യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് നമ്മൾ റേസർ യൂസ് ചെയ്യുക, അതായത് ഇപ്പോൾ നമ്മളൊരു മന്ത്ലി വൺസ് ഒക്കെ കുറച്ചും കൂടി നോർമലൈസ് ചെയ്തെടുക്കാം. പക്ഷേ
ഇപ്പോൾ ആഴ്ചയിൽ റേസർ യൂസ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ആഴ്ചയിലും കുറവായിട്ട് 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു തവണ നമ്മൾ റേസർ യൂസ് ചെയ്യും. ഇപ്പോൾ ത്രെഡൊക്കെ ചെയ്യുന്ന പോലെയാണ് അത്. അതായത് ഒരു തവണ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തോന്നും അയ്യോ ത്രെഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ത്രെഡ് ചെയ്ത് കുറച്ചൊന്ന് വളർന്നപ്പോൾ ഒട്ടും ഭംഗിയില്ലാതെ അപ്പോൾ ഒന്നും കൂടി ത്രെഡ് ചെയ്യാം. ഇതന്നെയാണ് നമ്മൾ റേസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ റേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഹെയർ ഒക്കെ ഇവിടെ റേസ് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും ആ ഒരു ഹെയർ വളർന്ന സമയത്ത് ഇത് പിന്നെയും വളർന്നു, പിന്നെയും റേസർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെയും പിഗ്മെന്റേഷൻ ഉണ്ടാവും. സോ ഓവർ യൂസ് എന്താണെങ്കിലും ശരി അമിതമായാൽ നല്ലതല്ല, അതുകൊണ്ട് ഓവർ യൂസ് ചെയ്യരുത്. ഓക്കെ. ഇനി AHA BHA അങ്ങനെ കുറേ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരുപാട് സെറംസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സിലൊന്നും കയറി യൂസ് ചെയ്യരുത്. നമ്മുടെ ഫേസിലാണെങ്കിലും ശരി ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു 25+ ഉള്ള ഏജുള്ള ആൾക്കാർക്ക് മാത്രം അത് ഇങ്ങനത്തെ AHA BHA ഒക്കെ ആ സമയത്ത് യൂസ് ചെയ്താൽ മതിയാവും. അതിലും ചെറിയ പിള്ളേരൊന്നും AHA BHA ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അത്രയും എക്സ്പ്ലോറേഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് ആയിട്ടുള്ള കോച്ചിക് ആസിഡോ ലാക്ടിക് ആസിഡോ മറ്റും യൂസ് ചെയ്യുന്നതാണ്. അത് ഏറ്റവും നല്ലതാണ്. സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, നൈസിഡമൈഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അതർ ദാൻ ഈ എക്സ്പ്ലോറേഷൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം അങ്ങനെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ടിപ്പ് നമ്പർ 8, അതായത് ടെർമറിക്, അതായത് മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഓവർ ഗ്രോത്ത് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് മഞ്ഞപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്യുക, അണ്ടർ ആംസിൽ ട്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില ആളുകൾക്ക് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ എനിക്ക് മഞ്ഞപ്പൊടിയിട്ട് ഏത് ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനുശേഷം എനിക്ക് നന്നായിട്ട് എൻ്റെ ഫേസ് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. ഒരുപാട് നേരം എനിക്ക് ആ ഫേസ് പാക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. ഫേസിലെ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മറ്റ് ഇറിറ്റേഷൻസിന് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് തോന്നുന്നത് അതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഇൻസെൻസ് നമുക്ക് ഇവിടെയൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെയൊക്കെ നമ്മൾ ആ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ അണ്ടർ ആംസിലാണെങ്കിലും മറ്റ് പ്രൈവറ്റ് ഏരിയസിലാണെങ്കിലും ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്താൽ മതിയാവും. മാക്സിമം പാക്കായിട്ട് ട്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ക്ലേ മാസ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ക്ലേ മാസ്ക് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ മുൾട്ടാനി മിറ്റി ആയിക്കോട്ടെ, മറ്റ് കുറേ ക്ലേ മാസ്കുകളുണ്ട്. അതെല്ലാം ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള, ക്ലേ എന്ന് പറഞ്ഞാൽ തന്നെ മൈൽഡാണ്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബഞ്ചാറസിൻ്റെ ആയിക്കോട്ടെ, ഈ പപ്പായ, മുൾട്ടാനി മിറ്റി അങ്ങനത്തെ പാക്കുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഭയങ്കര മൈൽഡാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് വന്നിട്ട് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനോ ഓവർ യൂസ് ചെയ്യരുത്. ടിപ്പ് നമ്പർ 9. ഈ ടിപ്പ് നമ്പർ 9 എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ അണ്ടർ ആംസ് ആയിക്കോട്ടെ, മറ്റ് നമ്മുടെ ഇപ്പോൾ വജൈനൽ ഏരിയ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ഭാഗത്താണെങ്കിലും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബോഡിയിലെല്ലാം ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബേക്കിംഗ് സോഡ അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. എല്ലാവർക്കും ആ ബേക്കിംഗ് സോഡ ചേരണമെന്നില്ല. ഓവർ യൂസ് ഓഫ് ബേക്കിംഗ് സോഡ നേരത്തെ പറഞ്ഞ പോലെ പിഗ്മെന്റേഷന് കാരണമാവും. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു പൊടിക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, അഥവാ യൂസ് ചെയ്ത് പോയെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഇതുപോലത്തെ ചില പ്രോഡക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറൽ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതെൻ്റെ മസ്റ്റ് വാച്ച് വീഡിയോസുമായിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൽ മസ്റ്റ് വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടാവും. ആ വീഡിയോയിലുണ്ട്. അതായത് ലെമൺ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്കുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അയ്യോ ഇതൊന്നും കെമിക്കൽ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കെമിക്കൽ തന്നെയാണ്. ലെമൺ ഒന്നും ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഫേസ് തേക്കാൻ പാടില്ല, അതൊക്കെ കെമിക്കൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ബേക്കിംഗ് സോഡയുടെ കാര്യം. നമ്മൾ പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഒന്നും എടുത്ത് ഡയറക്റ്റ് ആയിട്ട് അണ്ടർ ആംസിലോ മറ്റ് പ്രൈവറ്റ് പാർട്സിലോ ഒന്നും യൂസ് ചെയ്യരുത്. ടിപ്പ് നമ്പർ 10. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിരിക്കും. ഈ ടിപ്പ് കാരണം നിങ്ങളുടെ ബോഡിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലായിക്കോട്ടെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതായത് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ പറയുമ്പോൾ അതൊക്കെ എളുപ്പമായിരിക്കും, പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ അതിൻ്റെതായ ടൈം ലിമിറ്റ് കൊടുത്താൽ മതി. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്, സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക. ഈ ടൈം കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ആവില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം. കാരണം ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയും സ്ട്രെസ് ആവും, നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും. സ്ട്രെസ് കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഓവറായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക കേട്ടോ. അതുപോലെ സ്ലീപ്പ് വെൽ, നന്നായിട്ട് കിടന്നുറങ്ങുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സാലിസിലിക് ആസിഡ് ആൻഡ് നയസിൽമൈഡ് അടങ്ങിയുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാവും. നമുക്ക് അങ്ങനെയുള്ള വീഡിയോ കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും.
ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു സ്മോൾ ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ റോളോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അണ്ടർ ആം റോളോൺസ് ഒക്കെ യൂസ് ചെയ്യില്ലേ? അപ്പോൾ അണ്ടർ ആം റോളോൺസിലൊക്കെ മാക്സിമം നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പ്രിസർവേറ്റീവ്സും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. നല്ല ബ്രാൻഡിൻ്റെ വെച്ചാൽ ചിലപ്പോൾ നല്ല ബ്രാൻഡായിരിക്കും, പക്ഷേ പ്രൊഡക്റ്റ് കുറച്ച് ഇതായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടെറ്റ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനി അടുത്തടുത്ത് ഒരുപാട് നല്ല വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് അതെനിക്കൊരു നല്ല പ്രോത്സാഹനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ